what is our short term or long term goal? ഗുരുധർമ്മത്തിൽ അഥവാ ദർശനത്തിൻ്റെ പഠനം ആണോ നാം ഉദ്ദേശിക്കുന്നത്? നിലവിലുള്ള പഠനത്തിന് പകരമായി ഏതെങ്കിലും ഉദ്ദേശ്യമുണ്ടോ? നമ്മുടെ പഠനത്തിൻ്റെ അവസാനത്തിൻ്റെ വ്യാപകമായ ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഇതാണ് മിസ്റ്റർ കെ എൻ ബാബു ചോദിച്ച ചോദ്യങ്ങൾ. ഇതിന് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ സംരംഭത്തിന് ഒരു വളരെ കൃത്യമായ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ആ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ഈ എംബ്ലത്തിൽ തന്നെ ഉണ്ട്, ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാത്ത ശ്രീനാരായണ ദർശനം. അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിനെ മതഭേദത്തിലും ജാതിഭേദത്തിലും മതദ്വേഷത്തിലും വേണ്ടി നിൽക്കുന്നവർ ശ്രീനാരായണ ഗുരുവിൻ്റെ നാമം ഉപയോഗിക്കുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് എന്ത് വായിച്ച് നോക്കിയാലും ജീവിതകാലം മുഴുവൻ ഫോക്കസ് ചെയ്തത് ഒരൊറ്റ ഇഷ്യൂവിലാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അപരനായി കാണരുത്. അപരത്വം, പ്രത്യേകിച്ച് ജാതിയുടെയും, ഇന്ത്യയിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മറ്റ് സ്ഥലങ്ങളിൽ മറ്റു കാരണങ്ങളാൽ മനുഷ്യനെ ഒരു അപരനായി അപരവൽക്കരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മതത്തിനെയും ജാതിയെ ഉപയോഗിച്ച് അപരവൽക്കരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ വാക്കുകളിലൂടെ വാക്കുകളെ എത്തിക്കണം. ഞങ്ങൾ വ്യാഖ്യാനത്തിൽ കൂടെയല്ല. അപ്പം ഇന്ന് തന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പലയിടത്തും ഗുരുവിൻ്റെ വാക്കുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, വ്യാഖ്യാനങ്ങളല്ല. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒരു ഹ്രസ്വമായിട്ടുള്ള. അപ്പം ഞങ്ങളുടെ ഉദ്ദേശം ഈ ജാതി ഭേദം, മതദ്വേഷം, ഇങ്ങനത്തെ വിഷയങ്ങളിലുള്ള ഗുരുവിൻ്റെ വാക്കുകൾ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ശ്രീനാരായണീയരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ആ വാക്കുകളുടെ വലിയ പവറുണ്ട്. ആ പവർ ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുരു പറയുന്നു, മതം എന്ന് വെച്ചാൽ അഭിപ്രായം. 3 വാക്കുകളേ ഉള്ളൂ. അത് വാസ്തവത്തിൽ വർഷങ്ങളായിട്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അഭിപ്രായം, വ്യക്തിയുടെ അഭിപ്രായമാണ് മതം. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതൊരു വളരെ റെവല്യൂഷണറി സ്റ്റേറ്റ്മെൻ്റാണ്. അതുപോലെ ഗുരു പറഞ്ഞു, ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ്. അപ്പം ഒരു യോനി, ഒരു ആകാരം, ഒരു കൂട്ടം ആളുകളല്ല, എല്ലാ കൂട്ടം ആളുകളിലും ജാതിയല്ല. ജന്മരീതി, ഒരേ ജന്മരീതിയുള്ള ഒരു കൂട്ടമാണ് ഒരു ജാതി. അഡ്വക്കേറ്റ് സുരേഷിൻ്റെ അല്ലെങ്കിൽ പ്രൊഫസർ വിജയകുമാറിൻ്റെ ജാതി ഇന്ന വർഷം ഉണ്ടായി എനിക്ക് പറയാൻ ഒക്കില്ല. ജന്മം ഇന്ന വർഷം ഉണ്ടായെന്ന് പറയാം. പക്ഷേ ജന്മം ഉണ്ടായത് ഒരു ജാതിയിൽ കൂടെയാണ്, ഒരു ജന്മ രീതിയിൽ കൂടെയാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയാണ്. ജന്മരീതി എന്ന് വെച്ചാൽ ഒരു സ്ത്രീ പ്രസവിച്ച് ഉണ്ടാകുന്നു. അല്ലാതെ ചില മനുഷ്യർ സ്ത്രീ പ്രസവിച്ച് ജനിക്കുന്നു, മറ്റു മനുഷ്യർ ഒരു പുരുഷൻ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞുണ്ടാകുന്നു. അങ്ങനെയല്ലല്ലോ. എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതി. അതുകൊണ്ട് ഒരു ജാതി മനുഷ്യന്, അത് ജാതി ഭേദമില്ല, ജന്മരീതിയിൽ ഭേദമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കാസ്റ്റ് ഡിഫറൻസ് എന്നല്ല പറയേണ്ടത്. ജാതിഭേദത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറയുന്നത് കാസ്റ്റ് ഡിഫറൻസ് എന്നല്ല, സ്പീഷീസ് ഡിഫറൻസിയേഷൻ ഇല്ല എന്നാണ്. മനുഷ്യർ വിതിൻ ഹ്യൂമൻസ്, amongst humans there is no species differentiation. അതാണ് ജാതിഭേദത്തിൻ്റെ ട്രാൻസ്ലേഷൻ. എന്ന് വെച്ചാൽ സ്പീഷീസിൻ്റെ ഡെഫിനേഷനാണ് ഒരു ജന്മരീതി. ഗുരു പറയുന്നു, ഇത് ഗുരു പുതിയ കാര്യമല്ല പറയുന്നത്. ഗുരു പറയുന്നു, ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയേ ഉള്ളൂ എന്ന്
എല്ലാവർക്കും അറിയാം. ഇതറിഞ്ഞൂടാത്ത ആരുമില്ല എക്സെപ്റ്റ് ബ്രാഹ്മണാദികൾ. ഹാ കഷ്ടം! ഈ ലോകത്ത് ബ്രാഹ്മണാദികൾ മാത്രമേ ഉള്ളൂ ഈ സത്യം അറിഞ്ഞൂടാത്ത. ബാക്കി എല്ലാവർക്കും അറിയാം. മനുഷ്യർക്ക് ഒരു ജന്മരീതിയേ ഉള്ളൂ, അതാണ് ജാതി, ഒരു ജാതി. അപ്പം ജാതി ഇല്ലെങ്കിൽ വർണ്ണമില്ല. എന്നാൽ വർണ്ണം എന്താണ്? ആദ്യം പുരുഷ സൂക്തത്തിൽ 4 ജാതികൾ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ 4 ജന്മരീതികളാണ്. മുഖത്തിൽ നിന്നും, തോളിൽ നിന്നും, തൊടയിൽ നിന്നും, കാലിൽ നിന്നും 4 ജന്മരീതികളാണ്. അപ്പം ഈ 4 ജന്മരീതികൾ എന്ന് വെച്ചാൽ, ജന്മരീതി എന്ന് വെച്ചാൽ ജാതികളാണ്. അപ്പം ജാതി ഉണ്ടാകുന്നത് പുരുഷ സൂക്തത്തിൽ ഋഗ്വേദത്തിലാണ്. എന്ന് വെച്ചാൽ ജന്മരീതിയാണല്ലോ. ഈ 4 ജന്മരീതി ഉണ്ടെന്ന് പറയുന്നത് പുരുഷ സൂക്തമാണ്. അതിൽ കന്നുകാലി, കഴുത, രണ്ട് വരി പല്ലുള്ള മൃഗങ്ങൾ, ഇതിനെല്ലാം പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ പറയുന്നു ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ 4 ജാതികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പക്ഷേ ഈ 4 ജാതികൾക്ക് ഒരു ശ്രേണീകരണമോ റോൾ ഓർ റെസ്പോൺസിബിലിറ്റി ഒന്നും ഋഗ്വേദത്തിൽ ആ സ്റ്റേജിൽ കൊടുക്കുന്നില്ല. അത് ഈ 4 ജാതികൾക്ക് കൊടുക്കുന്ന പ്രിവിലേജും റോളും റെസ്പോൺസിബിലിറ്റിയാണ് വർണ്ണം. ചാതുർവർണ്ണ മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അപ്പോൾ പെട്ടെന്ന് ഇത് ഗുണവും കർമ്മവും അനുസരിച്ചാണ് ഈ ജാതികൾ ഉണ്ടാകുന്നതെന്നൊക്കെ എക്സ്പ്ലനേഷൻ പിന്നെ വരുന്നു. അപ്പം ജാതിയുടെ ഒരു വിവരണമാണ് ഈ വർണ്ണം. ഇപ്പോൾ ഒരു 4 പട്ടാളക്കാരുണ്ട്, അവർക്ക് 4 റാങ്ക് ഉണ്ടെന്ന് പറയുന്നു: ജനറൽ, കേണൽ, മേജർ, സോൾജർ. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. അതാണ് ജാതികൾ. 4 ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇൻ ടു ദി ആർമി. പിന്നെ നമ്മൾ വർണ്ണം എന്ന് പറയുന്നത് എന്താണ്? ഈ ജനറൽ കമാൻഡ് ചെയ്യുന്നത് ഈ കേണൽ ഒബേ ചെയ്യണം, ഇതാണ് ഇയാളുടെ റെസ്പോൺസിബിലിറ്റി, ഇത് റാങ്ക് ഉണ്ട്, ഒരു ശ്രേണീകരണമുണ്ട്, ഹൈറാർക്കി ഉണ്ട്, അതാണ് വർണ്ണം. അപ്പോൾ ഗുരു ഒരു ജന്മരീതിയേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജാതി ഇല്ലാതാവുന്നു. ജാതി ഇല്ലാതാവുമ്പോൾ വർണ്ണവും ഇല്ലാതാവുന്നു. വർണ്ണമാണ് ശ്രേണീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ജാതിയെ വിട്ടിട്ട്, സമുദായത്തിനെ വിട്ടിട്ട് വർണ്ണത്തിനെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. വെച്ചാൽ ആകെപ്പാടെ ഈ 11 ബ്രാഹ്മണ മതങ്ങൾക്ക് ബാക്കിയുള്ളവരെ ശ്രേണീകരിച്ച് കീഴാളുകളാക്കാൻ ഒരൊറ്റ ടെക്നോളജിയേ ഉള്ളൂ, അത് വർണ്ണമാണ്. വർണ്ണമാണ് ശ്രേണീകരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് വർണ്ണം പ്രശ്നമില്ല, ഇത് നല്ലതാണ്, കർമ്മണയാണ്. നമുക്ക് വർണ്ണമാണ് ശ്രേണീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് വർണ്ണത്തിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഗുരു ഒരു ജാതി മനുഷ്യൻ എന്ന് പറയുമ്പോൾ ജാതിയും വർണ്ണവും ഇല്ലാതാകുന്നു. പിന്നെ ബാക്കി വരുന്നതാണ് സമുദായങ്ങളാണ്. സമ ഉദയം, ഒരേ എന്തെങ്കിലും ഒരു കോമൺ ഒറിജിൻ ഉള്ള ഏത് കൂട്ടവും, റെസിഡൻസ് അസോസിയേഷൻ ആകാം, എഴുത്തച്ഛന്മാരാകാം, ഈഴവ കമ്മ്യൂണിറ്റി, ഇതൊക്കെ കൾച്ചറൽ കമ്മ്യൂണിറ്റീസാണ്. എഴുത്തച്ഛൻ, ഈഴവ, പുലയ പറയാനൊക്കെ പറയുന്നത് കൾച്ചറൽ സമുദായങ്ങളാണ്. ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്, ഒരു ഫിലോസോഫിക്കൽ ഹെറിറ്റേജ് ഉണ്ട്, ഒരു ഇൻ്റലക്ച്വൽ ഹെറിറ്റേജ് ഉണ്ട്. സമുദായങ്ങളാണ്. നമ്മളെല്ലാം പല സമുദായങ്ങളുടെ അംഗങ്ങളാണ്. റെസിഡൻ്റ് അസോസിയേഷൻ, ഓൾഡ് ബോയ്സ് അസോസിയേഷൻ, എല്ലാം സമുദായങ്ങളാണ്. സമുദായങ്ങളിൽ ശ്രേണീകരണമില്ല. പക്ഷേ ഇത് കൾച്ചറൽ അസോസിയേഷൻസാണ്. നമ്മുടെ നന്മയും തിന്മയും തമ്മിൽ നാം ഇങ്ങനെ പെരുമാറണം, അങ്ങനെ പെരുമാറരുത്. ഒരു എഴുത്തച്ഛനായാൽ ഇങ്ങനത്തെ ട്രഡീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലേ? ഒരു പുലയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വലിയൊരു ട്രഡീഷനിൽ നിന്നാണ് വരുന്നത്. ഒരു സാംബവൻ പറയനാണെങ്കിൽ വലിയൊരു ട്രഡീഷനിലാണ് വരുന്നത് എന്ന് നമ്മളുടെ ഹിസ്റ്ററിയും നമ്മുടെ ട്രഡീഷൻസും നമ്മുടെ കൾച്ചറുമാണ്, കൾച്ചറൽ ഗ്രൂപ്പ്സാണ്. ഇതിൽ ശ്രേണീകരണമില്ല. നമ്പൂതിരിയായാലും ഈഴവനായാലും പറയനായാലും പുലയനായാലും എല്ലാം സമുദായങ്ങളാണ്. ശ്രേണീകരണം വരുന്നത് വർണ്ണത്തിലാണ്. അപ്പം ഞാൻ പറയുന്നത് ഗുരുവിൻ്റെ 3 വാക്കുകൾ, ഒരു ജാതി മനുഷ്യൻ, അതിൽ നിന്നും വലിയൊരു അജണ്ട വരുന്നു. ഈ സൊസൈറ്റിയെ റെവല്യൂഷണറി ആയിട്ട് മാറ്റാൻ വർണ്ണത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, ജാതിയെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഗുരു പറയുന്നു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നു. സാധാരണ മതങ്ങൾ പറയുന്നത് എന്താണ്? മനുഷ്യൻ ഏവനും ആയിക്കോട്ടെ, മതം നന്നാവണം എന്നാണ്. എന്നുവെച്ചാൽ മതം ചൂസ് ചെയ്താൽ മനുഷ്യൻ ഓക്കെ ആവും എന്നാണ് പറയുന്നത്. ഗുരു പറയുന്നത് അങ്ങനെയല്ല. മതം ഏതും ആയിക്കോട്ടെ, മനുഷ്യൻ നന്നാകണം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഗുരു സ്പെസിഫിക്കലി പറയുന്നുണ്ട്, നല്ല മതങ്ങൾ എന്ന് ഗുരു കരുതുന്ന, നല്ല
മോറൽ വാല്യൂസ് ഉള്ള മതങ്ങൾ എന്ന് പറയുന്ന ഇസ്ലാം മതത്തിനെയും ക്രിസ്ത്യൻ മതത്തിനെയും നെയിം ചെയ്തിട്ട് ഗുരു പറയുന്നു. അതിൽ പോലും ഉണ്ട് പ്രശ്നമുള്ള ആൾക്കാർ, ആ മതങ്ങളിലും ഉണ്ട്. അപ്പം മനുഷ്യൻ നന്നാകണം എന്നാണ് ഗുരു പറയുന്നത്. അപ്പം ഈ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതിൽ നിന്നും ഒരുപാട് പോസിബിലിറ്റീസ് നമ്മൾ കാണുന്നു, സോഷ്യൽ ചേഞ്ചിൻ്റെ പോസിബിലിറ്റീസ് കാണുന്നു. അപ്പം ഈ ഞങ്ങളുടെ സംരംഭത്തിൻ്റെ ഉദ്ദേശം ഈ ഗുരുവിൻ്റെ പ്രസക്തമായിട്ടുള്ള ആക്ച്വൽ വാക്കുകൾ വ്യാഖ്യാനമില്ലാതെ ജനങ്ങളിൽ എത്തിക്കുക. അപ്പോൾ അതിലാണ് ഗുരുവിനൊരു ന്യൂട്രാലിറ്റി ഉള്ളത്. ഞാൻ പറയുന്നത് ഗുരു, വിത്ത് റെസ്പെക്റ്റ് ഞാൻ പറയുന്നത്, ഗുരു എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് വായിച്ചിട്ട് ഗുരുവിന് ദൈവവിശ്വാസമോ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഗുരു മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ എനേബിൾ ചെയ്തു. ഇപ്പം നമ്മൾ പോയി എനിക്ക് സുബ്രഹ്മണ്യത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ, ആരെയും ദ്രോഹിക്കാത്ത വിശ്വാസമാണെങ്കിൽ ഗുരു അത് സപ്പോർട്ട് ചെയ്യും. ഇപ്പം ശ്യാമാണ് എനിക്ക് പറഞ്ഞു തന്ന പേര്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ശ്രീകുമാരൻ തമ്പി ഒരു പാട്ട് എഴുതുന്നു. ആ പാട്ടിൽ ഒരാൾ മറ്റൊരാളെ പ്രേമിക്കുന്ന പാട്ടാണ്. അപ്പം ആ പാട്ടെടുത്ത് ശ്രീകുമാരൻ തമ്പി ആ പെണ്ണിനെ പ്രേമിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ഇയാൾ വന്ന് പറയുന്നു എനിക്ക് ഈ മറ്റേ സ്ത്രീയെ പ്രേമമുണ്ട്, എനിക്കൊരു പാട്ട് എഴുതി തരണം. പാട്ട് എഴുതി കൊടുക്കുന്നു. നീ എന്നെ കണ്ടാൽ എനിക്കിങ്ങനെ സന്തോഷമാണ്, എനിക്ക് ഹാപ്പിയാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഉടനെ ബൈ ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ഉടനെ പറയും ശ്രീകുമാരൻ തമ്പി ഈ പെണ്ണിനെ ഭയങ്കര പ്രേമമായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പറയും എനിക്ക് സുബ്രഹ്മണ്യത്തിനോട് വലിയ സ്നേഹമാണ്, എനിക്ക് ദേവിയോട് വളരെ സ്നേഹമാണ്, എനിക്ക് ശിവനോട് വലിയ സ്നേഹമാണ്. ഗുരു എഴുതി കൊടുക്കുന്നു. നടരാജ ഗുരു പറയുന്നുണ്ട്, ഈ അരുവിപ്പുറം പ്രതിഷ്ഠ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് സംശയമായിരുന്നു. എന്തുകൊണ്ട് സംശയമായിരുന്നു? നടരാജഗുരു പറയുന്നത്, ഈ ഗുരു, ഈ യുവ സന്യാസി, 33-34 വയസ്സുള്ള സന്യാസി ശിവപ്രതിഷ്ഠ ചെയ്യാണ്. പക്ഷേ ഈ ജനങ്ങളോട് പറയുന്നത് എന്താണ്? ഈ ശിവൻ ഒരു സാധാരണ മനുഷ്യനാണ്, ദൈവമല്ല. ഒരു തലയിലിരിക്കുന്ന ചന്ദ്രനല്ല, ചീർപ്പാണ്. വളരെ പ്രിയങ്കരനായിട്ടുള്ളൊരു നേതാവാണ് ഗോത്രവർഗത്ത്. പക്ഷെ പ്രതിഷ്ഠ ചെയ്യുന്നു. അപ്പം ജനങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എന്നാണ് ഗുരുവിനെ കുറിച്ച് നടരാജ ഗുരു എഴുതുകയാണ്. അപ്പം അങ്ങനെ എല്ലാവരുടെയും ആരെയും ദ്രോഹിക്കാത്ത എല്ലാവരുടെയും വിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്ത് ആ വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ വളരെ ഡീപ്പായിട്ട് ഗുരു വിശ്വസിച്ചിരുന്നു. എല്ലാവർക്കും വിശ്വാസ സ്വാതന്ത്ര്യം വേണം, അതിൽ അധിഷ്ഠിതമായ ഒരു സമാധാനപരമായിട്ട് സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഗുരു കൺവിൻസ്ഡ് ആയിരുന്നു. അത് പ്രകടിപ്പിക്കാനാണ് ഗുരു എല്ലാവരുടെയും വിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യാണ്. കുട്ടിച്ചാത്തനിലായാലും ജീസസ് ക്രൈസ്റ്റിലായാലും അല്ലാവിലായാലും വിഷ്ണുവിലായാലും ശിവനിലായാലും നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ സ്വകാര്യ കൺസേൺ ആണ്, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾക്ക് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ നമ്മളിപ്പോൾ അറ്റാക്ക് ചെയ്യാണ്. ചില വിശ്വാസം ബെറ്ററാണ്, ചിലത് വേഴ്സാണ്, ചിലത് ശരിയാണ്, അത് തെറ്റാണ്. നമ്മുടെ ഈ സംരംഭത്തിൻ്റെ ഒരു ലിമിറ്റഡ് ഉദ്ദേശം ഈ ഗുരുവിനെ വായിച്ച് റിസർച്ച് ചെയ്ത് ഗുരുവിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആക്ച്വൽ വാക്കുകൾ ജനങ്ങളെ അറിയിക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഉദ്ദേശം ഇതിൽ നിന്നും ഗുരുവിനെ വായിക്കണം, റീഡ് ഗുരു, ഡയറക്റ്റ്ലി ഗുരുവിനെ വായിക്കണം, വായിച്ച് നേരിട്ട് മനസ്സിലാക്കണം, വ്യാഖ്യാനങ്ങളിൽ റിലൈ ചെയ്യരുത്. ഇതിൻ്റെ കാരണം എന്താണ്? ഗുരുവിനെ വ്യാഖ്യാനിക്കുന്ന സ്വാമിമാരും പ്രഭാഷകരും പണ്ഡിതരുടെ ഇടയിൽ വലിയ തോതിൽ RSSൻ്റെ ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത് ഗുരുവിന് വലിയൊരു കൺസേൺ ആയിരുന്നു. ഇപ്പോൾ പ്രൊഫസർ വിജയകുമാർ എന്നോട് പ്രത്യേകം പറഞ്ഞാൽ ഞാൻ വീണ്ടും എല്ലായിടത്തും പറയുന്നതാണ്, ഈ ഗുരു ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞത് RSSൻ്റെ ഇനോഗ്രേഷൻ്റെ 11ാം ദിവസമാണ്. RSS സെപ്റ്റംബർ 27, 1925 ഫോം ചെയ്യുന്നു. അതിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുന്നു നാഗ്പൂരിൽ. ഒക്ടോബർ 8-ാം തീയതി 11ാമത്തെ ദിവസം ഗുരു പറയുന്നു കേരള കൗമുദിയിൽ, ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പം അതിനു മുമ്പ് ഹിന്ദു മഹാസഭ ഉണ്ടായിക്കഴിഞ്ഞു. ഡോക്ടർ മുഞ്ചയും ഒക്കെയാണ് ഈ ഹെഗ്ഡേവാറിനെ കൊണ്ട് ഇത് RSS ഉണ്ടാക്കിച്ചത്. സാവർക്കർ, മുഞ്ചെ, ഇവരെല്ലാം, ഹെഗ്ഡേവാർ, ഇവരെല്ലാം കൂടെയാണ് ഈ ഒരു വലിയൊരു ഹിന്ദു മതത്തിനെ ബിൽഡപ്പ് ചെയ്യാണ്. അപ്പോൾ അവിടെയാണ് ഗുരു വളരെ പ്രിസൈസായിട്ട് വന്ന് പറയുന്നത്,
ഈ RSS ഉണ്ടാക്കിയതിന് 11-ാം ദിവസമാണ് പറയുന്നത്. ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസും ജസ്റ്റിഫിക്കേഷനും പറയുന്നു. അപ്പോൾ ഗുരുവിൻ്റെ മനസ്സ് വളരെ ക്ലിയർ ആയിരുന്നു. ഇത് ഈ വിശ്വാസ സ്വാതന്ത്ര്യം നിലനിർത്തണം എല്ലാവർക്കും, നമ്മൾ ഉൾപ്പെടെ. അപ്പോൾ ഗുരു നമുക്ക് തരുന്ന ഒരു ഓൾട്ടർനേറ്റീവ്, നമുക്ക് മാനവധർമ്മം എന്ന് ഒരു പൊതുപ്പേര് വേണമെങ്കിൽ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ആരെയും ഒഴിവാക്കാതെ, ഒരു വിശ്വാസത്തിനെയും ഒരു മതത്തിനെയും ഒഴിവാക്കാത്ത, നമ്മളുടെ ആധ്യാത്മികതയെ സത്യസന്ധമായി പ്രതിബിംബിക്കുന്ന മാനവധർമ്മം എന്ന എൻ്റെ മതം മാനവധർമ്മത്തിൻ്റെ ആണ്, എൻ്റെ മത സമീപനം മാനവധർമ്മമാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും നമുക്ക് ഒരു മോചനം കിട്ടും. ഈ ഹിന്ദു എന്നുള്ള 11 ആര്യൻ ബ്രാഹ്മണരുടെ അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവർ ഈ പാർസിയെ പോലെ അവർക്കൊരു റിലിജൻ ഉണ്ട്, അത് അവർ പ്രാക്ടീസ് ചെയ്തോട്ടെ. പക്ഷെ നമ്മൾ ഹിന്ദുക്കളാണെന്ന് അവർ പറയരുത്, നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരല്ല. അപ്പം നമ്മുടെ പൊതുപ്പേര് മാനവധർമ്മമാണ്. ഈ ഹിന്ദു ഗ്രൂപ്പിൽ ഉള്ള 11 മതങ്ങളും മാനവധർമ്മത്തിൻ്റെ ഭാഗമാണ്. മാനവധർമ്മത്തിൽ അവർ ഉൾപ്പെടുന്നു എന്നുവെച്ചാൽ എല്ലാ മതങ്ങളും ഇതിലുണ്ട്, ഇതിൽ വരാം. പക്ഷെ നമുക്ക് അവിടെ എന്ന് വെച്ചാൽ നമ്മൾ അവരെയും എക്സ്ക്ലൂഡ് ചെയ്യില്ല. പക്ഷെ അവർ വന്നാൽ അക്സെപ്റ്റ് ചെയ്താൽ അവർക്ക് അവരുടെ വിശ്വാസങ്ങളിൽ മാറ്റേണ്ടി വരും. അവരുടെ വിശ്വാസങ്ങൾ അവരുടെ മതത്തിനെ കുറിച്ചുള്ള വിശ്വാസമല്ല, മറ്റ് മതങ്ങളോടുള്ള സമീപനത്തിൽ അവർക്ക് മാറ്റം വരുത്തേണ്ടി വരും. ഈ ഡോക്ടർ ശ്യാംകുമാർ വളരെ നന്നായിട്ട് പറഞ്ഞതുപോലെ അപരവൽക്കരണം, നശീകരണം, മറ്റ് മതങ്ങളെ നശീകരണം, ഇതൊക്കെ അവർക്ക് ഗിവ് അപ്പ് ചെയ്യേണ്ടി വരും. ഇന്ത്യയിൽ പറയണില്ല, ഞങ്ങൾ മറ്റ് മതങ്ങളോട്, ഞങ്ങളുടെ വിശ്വാസം എന്തായാലും അത് ഞങ്ങളുടെ സ്വകാര്യമാണ്, പക്ഷേ മറ്റ് മതങ്ങളോടുള്ള ഞങ്ങളുടെ സമീപനം മാനവധർമ്മത്തിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ അത് ഒരിക്കലും അപരവൽക്കരിക്കില്ല, ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല, ഒരിക്കലും നശീകരിക്കില്ല. അവർക്കും ഈ ആധുനിക ലോകത്തിൽ ഒരു വൈഷ്ണവനും ശൈവനും ഒരു അദ്വൈതനും ആധുനിക ലോകത്തിൽ അവർക്കും മുന്നോട്ട് പോകാൻ ഒരു വഴിയാണത്. അവർക്ക് നിലനിൽക്കണമെങ്കിൽ അവർ ഈ അപരവൽക്കരണവും നശീകരണത്തിനെല്ലാം ഗിവപ്പ് ചെയ്തിട്ട് അവർ ഈ മാനവധർമ്മം പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുകയാണെങ്കിൽ അവർക്കും ഒരു പീസ്ഫുള്ളായിട്ട് സമാധാനപരമായിട്ട് സാഹോദര്യത്തോടുകൂടി അവർക്ക് ജീവിക്കാൻ ഒരു അവസരം അവർക്കും ഉണ്ടാകും, അല്ലേ? അവരുടെ ഇടയിലും അവരുടെ വിശ്വാസങ്ങളിലും ഗുരു പറയുന്നത് പോലെ പല നന്മകൾ കാണും. ആ നന്മകൾ നമുക്ക് വാല്യുബിളായിട്ട് എടുക്കാൻ ഒക്കും. നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യുന്നത് അവരുടെ ഈ നശീകരണമാണ്, അവരുടെ ഈ അപരവൽക്കരണമാണ്, അവരുടെ വയലൻസാണ്. അതാണ് നമ്മൾ. അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അവരെ ബോധർ ചെയ്യുന്നത്? പാർസീസ് നമ്മൾ ബോധർ ചെയ്യുന്നില്ലല്ലോ, അവരെ നമ്മൾ അപരവൽക്കരിക്കുന്നില്ല, നമ്മളെ നശീകരിക്കുന്നില്ല, നമ്മളെ ആക്രമിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഫ്യൂച്ചറാണ്. അവർക്കും ഫ്യൂച്ചർ വേണമെങ്കിൽ ഇതാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു ഫീലിംഗ് ഉള്ളത് അവർക്ക് ഫ്യൂച്ചർ വേണ്ട, അവർക്ക് ഇന്ത്യ നശിപ്പിച്ച് ഇല്ലാതാക്കണം. അവരെല്ലാം അമേരിക്കയിൽ പോവാണ്, ഇവിടെ നശിക്കാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള പാവപ്പെട്ടവരെ നമ്മളൊക്കെയാണ് ഇവിടെ കിടന്ന് നശിക്കാൻ പോകുന്നത്. അവരെല്ലാം പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച്. പിന്നെ ഇഷ്യൂ ഇസ് റിലിജൻ നോട്ട് ഗോഡ്. മിസ്റ്റർ KP Preethan, താങ്ക് യു വെരി മച്ച്. Issue is religion, not God. Probably atrocities done by clergy in Europe are comparable to what is happening here. Now Europe has transformed. This new generation are not very much inclined to religion, and the worship places are getting closed and available for sale. We will follow new generation, what West is doing. So this can happen here as well. Should we not be optimistic? Shouldn't we focus on economic upliftment? അത് കറക്റ്റാണ്. പക്ഷേ ഈ മാറ്റം വരുന്നത് എനിക്ക് തോന്നുന്നു ഈ പൊളിറ്റിക്കൽ ഫോഴ്സസ്, പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിനെ ഡിഫീറ്റ് ചെയ്യണം. പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണ് ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡിയ ആണ്. അതൊരു ഗ്രൂപ്പ് പേരാണല്ലോ. ഞാൻ ശൈവിസം, വൈഷ്ണവിസം പൊളിറ്റിക്കൽ ഐഡിയ എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഹിന്ദുയിസം ഇസ് എ പൊളിറ്റിക്കൽ ഐഡിയ. ആ പൊളിറ്റിക്കൽ ഐഡിയ യൂസ് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ പവർ ബിൽഡ് ചെയ്യാണ്. അതിനെ നമ്മൾ ഇല്ലാതാക്കിയാലേ ഈ പറഞ്ഞ നല്ല ഫ്യൂച്ചർ നമുക്ക് ഉണ്ടാകാൻ ഒക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്. അപ്പോൾ
ഇപ്പോൾ ഗുരു പറഞ്ഞ ജാതിയും വർണ്ണവുമില്ല, സമുദായമുണ്ട്. നമ്മുടെ സമുദായ ഐഡൻറ്റിറ്റിയെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം, സമുദായങ്ങളെ റിഫോം ചെയ്യണം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസിലേക്ക് കൊണ്ടുവരണം. ഈ 11 മതങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനിനെ അക്സെപ്റ്റ് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസിനെ കൊണ്ടുവരണം. നമ്മുടെ ഓരോ സമുദായങ്ങളും അത് ചെയ്യണം. എന്നാൽ നമുക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകും, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകും തീർച്ചയായിട്ടും. അപ്പം ഞാനീ പറയുന്നത് പൊളിറ്റിക്കലായിട്ട് BJP മോദി എന്നല്ല ഞാൻ പറയുന്നത്. വാസ്തവത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ ഇത് വളരെ ഭീകരമായിട്ട് ഇങ്ങനത്തെ ഇതേ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ഈ ബ്രാഹ്മണിസം വളരെ സ്ട്രോങ് ആയിരുന്നു, അത് കുറെ കൂടെ ഹിഡൻ ആയിരുന്നു. പക്ഷെ നമുക്ക് വേണ്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ്, ഡോക്ടർ അംബേദ്കർ നമുക്ക് തന്നിട്ടുള്ള പ്രിയാമ്പിളിലുള്ള 4 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സ്വാഭിമാനം, ഇതിൻ്റെ ബേസിസ് ഇതെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഒരു മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. പക്ഷേ റിലിജനെ വളരെ ഇമ്പോർട്ടൻ്റ് ആക്കുകയാണ്. എല്ലാ പ്രിവിലേജസും ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഓളിഗാർക്കി, ഈ 11 മതങ്ങളുടെ ഗ്രൂപ്പ്, 11 ആര്യൻ ബ്രാഹ്മൺ മതങ്ങളുടെ ഗ്രൂപ്പായ ഹിന്ദുയിസത്തിൻ്റെ പവർ നിലനിർത്താൻ വേണ്ടി എല്ലാ പ്രിവിലേജസും ഇപ്പം റിലിജൻ്റെ ബേസിസിലാക്കി മാറ്റുകയാണ്. ഇപ്പം CA എന്ന് വെച്ചാൽ എന്താണ്? റിലിജനെ പ്രിവിലേജ് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ റിലിജനെ ഒരു ഫണ്ടമെൻ്റൽ ആക്സസ് ആക്കി മാറ്റുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ അതിനെ നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്താലേ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഇക്കണോമിക് അപ്ലിഫ്റ്റ്മെൻറ്റിലേക്ക്, ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല പോയിൻ്റാണ് മിസ്റ്റർ പ്രീതൻ. പിന്നെ മതം, ദൈവം പരിപാടിയുടെ ഉദ്ദേശം എന്ത്, അത് ഞാൻ പറഞ്ഞു. മതം അഭിപ്രായം എന്ന അർത്ഥം ഉണ്ട്, ശരി, സമ്മതിക്കുന്നു. ആരുടെ അഭിപ്രായം എന്ന് ഇല്ലാത്തത് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് അതാണ്. അപ്പോൾ ഇത് വ്യക്തിയുടെ അഭിപ്രായം എന്നാണ് ഗുരു വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. എല്ലായിടത്തും വ്യക്തിയുടെ അഭിപ്രായമാണ്. ഓരോ വ്യക്തിയും തീരുമാനിക്കണം എൻ്റെ മതം എന്താണ്. ഈ മതം ഒരു മതം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ട്രിനിലല്ല. മതം, മിസ്റ്റർ പ്രകാശൻ ആണ്, മതം എക്സിസ്റ്റ് ചെയ്യുന്നത് വ്യക്തിയുടെ മനസ്സിലാണ്, വ്യക്തിയുടെ മനസാക്ഷിയിലാണ്, ബുദ്ധിയിലാണ്. എന്താ? അല്ല, വേണ്ട. മതം എന്ന് വെച്ചാൽ മതത്തിൻ്റെ വാക്ക് തന്നെ അഭിപ്രായം എന്നാണ്. അപ്പോൾ അഭിപ്രായം വ്യക്തിയുടെ അല്ലേ? അപ്പോൾ അതിൻ്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അഭി എന്നുള്ള വാക്കിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ അപ്പോൾ അഭി എന്ന് 2 പ്രാവശ്യമായി പോലെ. മതത്തിൻ്റെ വാക്ക് തന്നെ അഭിപ്രായമാണ്. അഭിമതം എന്ന് വെച്ചാൽ അഭിപ്രായം. അതല്ല, അതാണ് ശരി. അതെ, അത് നല്ല പോയിൻ്റാണ്. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അറിവ് ഞാൻ ഷെയർ ചെയ്യാം. പറയുന്നത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഈ മുഹമ്മദ് നബി അല്ലെങ്കിൽ ഖുറാനിൽ ഉള്ള മതം അല്ലേ, അതൊരു മതമുണ്ട്. അപ്പോൾ ഗുരു പറയുന്നത് ഇത് ഒരു സ്രോതസ്സാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം, ഒരു വ്യക്തിയായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ആധ്യാത്മികത ഇതിൽ നിന്ന് മാത്രം എനിക്ക് പഠിക്കണം, ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു. ഒന്നൊരു വ്യക്തി പറയുന്നു, ഇതിൽ വിശ്വസിക്കുന്നു, അതെൻ്റെ ചോയ്സാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വായിക്കുന്നു, ഖുറാനെ വായിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, അതെൻ്റെ അറിവിൽ വരുന്നു. അപ്പോൾ ആ സ്രോതസ് അതാണെങ്കിലും ആ മതം, അഭിപ്രായം നിലനിൽക്കുന്ന എൻ്റെ മനസ്സിലാണ്. അതൊരു സ്രോതസ് മാത്രമാണ്. ഇപ്പോൾ ദൈവം എന്താണ്? ഇപ്പോൾ ഗുരു പറയുന്നു, ഇപ്പം ഞാൻ അംബേദ്കറാണ് ദൈവം എന്ന് എനിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ, ഗുരു പറയുന്നത് അതാണ് ദൈവം. ദൈവം എന്നുള്ള വാക്ക്, അത് ഞാൻ പറഞ്ഞത്, ദൈവം എന്നുള്ള ഡേയുസ് എന്നുള്ള ലാറ്റിൻ വാക്ക് എന്നാണ് ദൈവം എന്നുള്ള വാക്ക് വരുന്നത്. ഡേയുസ് എന്ന് വെച്ചാൽ സൂര്യൻ എന്നാണ്. സൂര്യൻ എന്ന് വെച്ചാൽ നമുക്ക് ജീവൻ തരുന്ന, എനർജി തരുന്ന ഓൺലി സോഴ്സ് ഓഫ് എനർജിയാണ് സൂര്യൻ. അപ്പോൾ എല്ലാ ജീവൻ്റെയും ഒരു സ്രോതസ്സാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭാഷകളിലൊന്നും ഇല്ല, അതൊരു അവിടെ നിന്ന് വന്ന ഒരു ഐഡിയ ആണ് ദൈവം എന്നുള്ളൊരു ഐഡിയ, ഡേയുസ്. അപ്പോൾ അതിനെ എന്താണ് നമ്മളുടെ ജീവൻ്റെ സ്രോതസ്? നമുക്ക് ഓരോ അഭിപ്രായമുണ്ട്. ഞാൻ ദൈവദശകം ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവമേ കാത്തുകൊള്ളുക, അന്ന വസ്ത്രാദികൾ മുട്ടാതെ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവരെയാണ് കാണുന്നത്. സൂര്യൻ എന്താ ചെയ്യുന്നത്? സ്വയം മരിക്കുന്നു, സ്വയം ജലിക്കുന്നു, എന്നിട്ട് നമുക്ക് ജീവൻ തരുന്നു. അല്ലാതെ സൂര്യൻ പൈസ ചോദിക്കുന്നില്ല വെളിച്ചം തരാൻ. സ്വയം മരിച്ച്, സ്വയം നശിച്ച് നമുക്ക് ജീവൻ തരുന്ന ആരാണ്? ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾ. ഇന്ന് May 1 ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളാണ്. അവരാണ് നമ്മുടെ സൂര്യൻ, നമ്മുടെ ദൈവം.
അവരാണ് നമ്മളെ അന്നവസ്ത്രാദികൾ മുട്ടാതെ രക്ഷിക്കുന്നത്. അവരാണ് വൻ തോണി, അവരുടെ പദമാണ് വൻ തോണി ഭവാബ്ദിക്ക്. ബിക്കോസ് അവരില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ ഒക്കില്ല. അപ്പോൾ ദൈവം എന്നുള്ള ദൈവമായിട്ട് നമ്മൾ എന്തിനെ കാണുന്നു, ആരെ കാണുന്നു, നമ്മുടെ സ്വാതന്ത്ര്യമാണ്. മറ്റൊരാൾ ഗുരുവിനെ കാണുന്നു, ദൈവമേ കാത്തു, ഞാൻ ഗുരുവിനെയും കാണുന്നു. ദൈവം എന്ന് പറയുമ്പോൾ ഗുരുവിനെയും കാണുന്നു. ഞാൻ ഒരു ഏറ്റവും ഗുരുവിലൂടെ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനെ കാണുന്നു. എന്താ? അല്ല അല്ല, അത് വ്യക്തിപര, ഞാൻ പലരും അങ്ങനെ കാണുന്നില്ല. മതം അതല്ല, മതം എൻ്റെയാണ്, ഗുരുവിൻ്റെ അല്ല. എൻ്റെ അഭിപ്രായമാണ്. അല്ല അല്ല അല്ല, ഞാൻ പറയുന്നത് എൻ്റെ ഗുരു പറഞ്ഞതിൻ്റെ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഗുരുവിൻ്റെ വാക്കുകൾ മിസ്റ്റർ പ്രകാശൻ എത്തിക്കണം. എത്തിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ പ്രകാശിൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടല്ലോ. അത് നമ്മുടെ ഒരു അഭിപ്രായമല്ലല്ലോ. അതെ. ഈ ഭാരതം എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്ന് വന്നു ആ വാക്ക്? അതെ അല്ല അല്ല അല്ല, ആ വാക്കിൻ്റെ ഒറിജിൻ എന്താണ്? അല്ല, അത് വിഷ്ണു പുരാണത്തിൽ. അതെ, ഉത്തരം സമുദ്രസ്യ ദക്ഷിണേശ്ച ഹിമാദ്രശ്ച യത് വർഷം തഥ ഭാരതം അല്ലേ? പക്ഷെ ഭാരതം എന്നുള്ള വാക്കിൻ്റെ ഒറിജിൻ എന്താണ് അറിയില്ല അല്ലേ? അല്ല 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 ഭാരതം എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം വന്ന് നമ്മൾ ഈ ഇന്ത്യൻ ഭൂഖണ്ഡത്തിന് കീഴടക്കിയ ഒരു ട്രൈബിൻ്റെ പേരാണ് ഭാരതം. ചരിത്രകാരന്മാർ നൂറ്റാണ്ടുകളായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാണ്. ഈ ഗ്രീക്ക് ഹിസ്റ്ററിയിൽ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ, റോമൻ ഹിസ്റ്ററിയിൽ ഭാരതം എന്നൊരു ട്രൈബ് ഉണ്ടെന്ന് ആര്യന്മാർ തന്നെ എഴുതുന്നു. ഈ ഗോൾവർക്കറും സവർക്കർ ഇവരെല്ലാവരും എഴുതുന്നു. ഒരു ട്രൈബ്, അവരുടെ ഒറിജിനൽ ട്രൈബാണത്. അത് വായിക്കൂ പ്ലീസ് മിസ്റ്റർ പ്രകാശൻ. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഇത് തന്നെ നമ്മൾ കാണിക്കുന്നത്. അല്ല, ഒരു സെക്കൻഡ് സർ. അല്ല, ഒരു സെക്കൻഡ് സർ. സാറ് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഏത് സർ? അല്ല, അത് എന്താ? അതെ, അല്ലല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ പേരാണ്. എന്താ? അല്ലല്ല, അതെ അതായത് ഈ ഭാരതം എന്ന് പറയുന്ന ഗോത്രത്തെ സംബന്ധിച്ച് ഋഗ്വേദത്തിലെ ദാശരാജ്ഞ യുദ്ധം വിശദീകരിക്കുന്ന ഭാഗത്ത് വളരെ വ്യക്തമായ പരാമർശമുണ്ട്. ഭരതം എന്ന് പറയുന്ന ഗോത്രത്തെ സംബന്ധിച്ച് അല്ലല്ല, അതായത് സംസ്കൃതത്തിൽ മല്യനാഥ് അല്ല, നിങ്ങൾ പറഞ്ഞു, ഇനി ഞാനും കൂടെ ഒന്ന് പറയട്ടെ. പല ഭാഗത്ത് പറഞ്ഞാൽ പോരാ, സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പറയണം. അതായത് നിങ്ങൾ ഈ പറയുന്ന ഭാരതത്തിൻ്റെ അർത്ഥം യാസ്കന്റെ നിങ്ങൾ പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഭാരതം എന്ന വാക്കിന് അർത്ഥം പറയുന്ന ഏറ്റവും പ്രാചീനമായ നിഘണ്ടു ഏതാണ്? ഇത് വളരെ പിൽക്കാലത്തുള്ള അർത്ഥമാണ് പറയുന്നത്. യാസ്കന്റെ നിരുത്തത്തിൽ ഏറ്റവും പ്രാചീന നിഘണ്ടുവായ യാസ്കന്റെ നിരുത്തത്തിൽ ഭാരതം എന്ന വാക്ക് പോലും ഇല്ല. ഭാരതം എന്ന വാക്കില്ല. ഇവർ ഈ പറയുന്ന മുഴുവൻ വ്യാഖ്യാനങ്ങളും വളരെ പിൽക്കാലത്തെ വ്യാഖ്യാനം, ആ ഭാഷാ പ്രയോഗം കേട്ടാൽ തന്നെ അറിഞ്ഞുകൂടെ ഏറ്റവും വളരെ പിൽക്കാലത്തുണ്ടായ സംസ്കൃതമാണെന്ന്. ഇത് വളരെ പ്രാചീനമാണെങ്കിൽ, ഭാരതം എന്ന് പറയുന്നത് വളരെ പ്രാചീനമാണെങ്കിൽ എന്തുകൊണ്ട് വൈദിക സംസ്കൃതത്തിൽ ആ ഒരു അർത്ഥത്തെ വിശദീകരിക്കുന്നില്ല? ഇത് വളരെ വിഷ്ണു പുരാണത്തിൻ്റെ കാലഘട്ടം ഏതാണ്? വിഷ്ണു പുരാണത്തിൻ്റെ കാലഘട്ടം 12-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. 12-ാം നൂറ്റാണ്ടിന് ശേഷം. ഇപ്പം 12-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഒരു ഗ്രന്ഥം വളരെ പ്രാചീനമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശിക്കുന്നതാണെന്ന് പറയുന്ന നിഘണ്ടു ഏതാണ്? ഏത് നിഘണ്ടു? ആ നിഘണ്ടു ഒന്ന് കാണിക്കട്ടെ. ഭാരതം എന്ന നിങ്ങളാണ് വാദിച്ചത്. നിങ്ങൾ പറയുന്ന ഭാരതം എന്ന് പറയുന്ന അർത്ഥമുള്ള നിഘണ്ടു ഏതാണ്? നിഘണ്ടു പറയൂ. നിങ്ങൾ ഭാരതം എത്ര, ഭാരതം യാസ്യ, ഇസ്യ, ഇങ്ങനെ സംസ്കൃതം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. നിഘണ്ടു ഏതാണ്? നിഘണ്ടു പറയൂ. ഏത് നിരുക്തം പറയൂ.
പൗരാണികമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഗ്രന്ഥം പറയോ? അങ്ങനെ ഗ്രന്ഥത്തിന്റെ പേര് പറയോ? നിങ്ങൾ നിഘണ്ടുവിന്റെ പേര് പറയും. നിങ്ങൾ പറയുന്നു ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം എസ്സി ആണ്, അത് പ്രകാശമാണ്, ആനയാണ്, ചേനയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭാരതം എന്ന് പറഞ്ഞിട്ടില്ല. ഭരതം എന്ന് പറയുന്ന ഗോത്രത്തെ സംബന്ധിച്ച് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ഭരതം എന്ന് പറയുന്ന ഗോത്രമാണ്. ദാശരാജ്ഞ യുദ്ധത്തിന്റെ സമയത്ത് അത് വളരെ കൃത്യമായിട്ട് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. അവിടെ ഭാരതം എന്ന് പറയുന്ന ഒരു പേരുമില്ല ഋഗ്വേദത്തിൽ. ഭരതമുണ്ട്, ഭാരതമില്ല. അപ്പൊ ഇല്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ വാദിക്കുന്നത്. അതെ, നമുക്ക് സമയം ഇത് ഡിസ്ട്രപ്റ്റ് ചെയ്യണ്ട. അല്ല, നിങ്ങൾ പറയുന്നത് ഞാൻ പറയാൻ ശ്രമിക്കാം. ഞാൻ പറയുന്നത് അപ്പം നമുക്ക് ഒരു അറിയാനോ അറിയിക്കാനാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു. നിങ്ങൾ നമ്മളോട് അറിയിക്കുന്നത്, നമ്മൾ വാദിക്കാനും ജയിക്കാനും അല്ല, നിങ്ങൾ നമ്മളോട് അറിയിക്കുന്നത് ഭാരതം എന്നുള്ളതിന് പ്രകാശം കൊടുക്കുന്നത് എന്നുള്ളൊരർത്ഥമുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, സമ്മതിച്ചു. അതിൻ്റെ എവിടെ നിന്ന് വരുന്നു, ഏത് നിഘണ്ടുവാണെന്ന് പറയുന്നില്ല, അത് സാരമില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ അതാണ്, സമ്മതിച്ചു. ഞങ്ങൾ പറയുന്നത് അറിയിക്കാൻ അത് ഞങ്ങളെ അറിയിച്ചു. ഞാനും ശ്യാമും അങ്ങോട്ട് അറിയിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഭരതം എന്ന് പറഞ്ഞത് ഇന്ത്യയെ കോൺകർ ചെയ്ത ഒരു ഗോത്രമാണ് എന്ന് ഞങ്ങൾ അറിയിക്കുന്നു. ഇത് സ്വീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട, അത്രയേ ഉള്ളൂ. വാദിക്കാനും ജയിക്കാനും അല്ല. ഈ നാരായണ മാനവധർമ്മത്തിൽ വാദിക്കാനും ജയിക്കാനും അല്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് അതായിരിക്കാം. പക്ഷെ ഇവിടെ അറിയാനും അറിയിക്കാനാണ്. രണ്ടും അറിയുകയും അറിയിക്കുകയും ചെയ്തു. രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിച്ചത്, അൾട്ടിമേറ്റ്ലി ഇപ്പം നമ്മൾ പറയുന്നു, ഈ പറഞ്ഞ അറിവെല്ലാം അങ്ങയുടെ രണ്ടുപേരുടെയും അറിവ് അങ്ങയുടെ വ്യക്തിപരമായ അറിവാണ് പറയുന്നത്. അത് സ്രോതസ് പലതും ഉണ്ട്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട്, RSSൻ്റെ റൈറ്റിങ്സ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇരിക്കുന്നത് നമ്മുടെ അറിവിലാണ്. അപ്പോൾ അതാണ്. അപ്പം ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത് ഈ ഗുരുവിൻ്റെ വാക്കുകൾ ആളുകളുടെ മുമ്പിൽ വയ്ക്കുക, എന്നിട്ട് അതിനെ അറിയുന്നത് വ്യക്തികളായിരിക്കും. ഈ അറിവിന് വ്യക്തികളുടെ ബുദ്ധിയിലല്ലാതെ എക്സിസ്റ്റൻസ് ഇല്ല, ഒരു എക്സിസ്റ്റൻസും ഇല്ല. എല്ലാം വ്യക്തികളുടെ അറിവിൽ മാത്രമാണ് ഇതൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൽ നിന്നും ഞാൻ പഠിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് പഠിക്കുക. അതാണ് ഗുരു പറയുന്നത്. ഒരു വിശ്വാസം വന്നാൽ മാറണമെന്നാണ് ഗുരു പറയുന്നത്. അത് വ്യക്തിപരമാണ് ഗുരുവിൻ്റെ വ്യത്യാസങ്ങൾ. അപ്പം നമ്മൾ അറിയിക്കുകയും ചെയ്തു. താങ്കൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ വ്യൂ പോയിൻ്റ് താങ്കൾ അറിയിച്ചു, താങ്കളുടെ വ്യൂ പോയിൻ്റ് ഞാൻ കേട്ടു. ഭാരതം എന്നുള്ളത് ഇത് ശരിയാണോ എന്ന് ഞാൻ പോയി റിസർച്ച് ചെയ്യാം. പക്ഷേ ബിബ്ലിയോഗ്രഫി വേണമെങ്കിൽ പല ബുക്കുകളുണ്ട്. ഈ ഋഗ്വേദ, ദി ഏർലിയസ്റ്റ് റിലീജിയസ് പോയിട്രി ഓഫ് ഇന്ത്യ, ദി സ്ട്രഗിൾ, ദി പവർ സ്ട്രഗിൾ ഇൻ ഏൻഷ്യൻറ്റ് ഇന്ത്യൻ സൊസൈറ്റി, ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനെ കുറിച്ച്, ഇൻഡോ ആര്യൻസ് ഓഫ് ഏൻഷ്യൻറ്റ് സൗത്ത് ഇന്ത്യ, ലാംഗ്വേജ്, മെറ്റീരിയൽ, കൾച്ചർ ആൻഡ് എത്നിസിറ്റി, ആര്യൻസ് ആൻഡ് നോൺ ആര്യൻസ്, എവിഡൻസ്, ഇൻ്റർപ്രിറ്റേഷൻ, ഐഡിയോളജി, ഇങ്ങനെ പല പുസ്തകങ്ങളുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും റെഫർ ചെയ്യുക, വായിച്ചിട്ട് അഗ്രി ചെയ്യണമെങ്കിൽ അഗ്രി ചെയ്യാം, ഇല്ലെങ്കിൽ അഗ്രി ചെയ്യണ്ട. അത്രയേ ഉള്ളൂ. ശരി. അപ്പോൾ പക്ഷേ ആ പറഞ്ഞതിന് വളരെ നന്ദി. ഇത് പലരുടെ മനസ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മൾ തീർച്ചയായിട്ടും ഇത് ഡിസ്കസ് ചെയ്യണം. വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ തുടർച്ചയല്ലേ ഹോമം? ഇത് ഞാൻ ശ്യാമിനെ കൊണ്ട് ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്യാം. ദ ഇഷ്യൂ ഇസ് റിലിജൻ നോട്ട് ഗോഡ്, മിസ്റ്റർ KP Preethan. അതെ, the issue is religion, not God. Probably atrocities done by clergy in Europe are comparable to what is happening here. I've already done that. Yes, you're right. ആ ഒരു പ്രോട്ടസ്റ്റന്റ് റെവല്യൂഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല, ഒരു ആൻറ്റി ക്ലർജി മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. അതാണ് ഒരു വിധത്തിൽ ഒരു സ്ട്രഗിൾ ആക്ച്വലി നടക്കുകയാണ് ബിറ്റ്വീൻ ഈ പുരോഹിത മതങ്ങളും ബാക്കി മതങ്ങളും തമ്മിലുള്ളൊരു സ്ട്രഗിൾ നടക്കുകയാണ്. അത് ഞാൻ ആൻസർ ചെയ്തു. ഇനി ശ്യാം ഇതൊന്ന് ഈ പുരോഹിത, പിന്നെ അമലിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഈ അടുത്ത സെഷനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ തുടർച്ചയല്ലേ ഹോമം? ഗുരുദേവൻ ഹോമകർമ്മങ്ങളെ എങ്ങനെയാണ് സമീപിച്ചിരുന്നത്? ശിവഗിരിയിൽ ഗുരുദേവൻ രചിച്ച ഹോമമന്ത്രം രാവിലെ ചൊല്ലുന്നുണ്ട്. അതിനെ പിന്തുടർന്ന് ശാഖകളിൽ ചതയദിന പൂജകളും മറ്റും നടത്തുന്നുണ്ട്. ആധുനിക സമൂഹത്തിന് ഇത് അത്രമാത്രം ഗുണപ്രദമാണ്. ഈ വൈദിക ബ്രാഹ്മണ്യത്തിൻ്റെ തുടർച്ചയല്ലേ ഹോമം എന്ന് ചോദിച്ചാൽ,
തീർച്ചയായിട്ടും ഈ യാഗയജ്ഞാദി കർമ്മങ്ങൾക്ക് വലിയ കോട്ടം തട്ടുന്നുണ്ട്. കാരണം ഒരു യാഗവും യജ്ഞമൊക്കെ നടത്തണമെങ്കിൽ വലിയൊരു സംവിധാനവും സന്നാഹവും അതിന് വലിയ പിന്തുണകളും ഒക്കെ വേണം. അത്തരം ഒരു സാഹചര്യത്തിൽ മാത്രമേ വലിയ രീതിയിലുള്ള വൈദികമായ യാഗവും യജ്ഞവും ഒക്കെ നടക്കത്തുള്ളൂ. പക്ഷേ ഏതാണ്ട് 7-8 നൂറ്റാണ്ടുകളോടുകൂടി വൈദികമായ യാഗയജ്ഞാദി കർമ്മങ്ങൾക്കുള്ള ഫ്യൂഡൽ നാടുവാഴി മേധാവികളുടെ പിന്തുണ വലിയ രീതിയിൽ കുറവ് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വൈദികമായ യാഗവും യജ്ഞവും ഒക്കെ വളരെ ലഘൂകരിച്ച് ഹോമമായി യഥാർത്ഥത്തിൽ മാറുന്നത്. ആ ഹോമമാണ് പിന്നീട് ഗണപതി ഹോമമായിട്ടും ചെറിയ ചെറിയ ലഘു ഹോമങ്ങളായിട്ട് പിൽക്കാലത്ത് മാറുന്നത്. അതെന്തിനു വേണ്ടി ബ്രാഹ്മണർ മാറ്റിയെന്ന് ചോദിച്ചാൽ വിപുലമായി നടത്താനുള്ള സാഹചര്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയും നാടുവാഴികളുടെ പിന്തുണ സമ്പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ഹോമമായി യഥാർത്ഥത്തിൽ മാറുന്നത്. ഒരു ചരിത്രപരമായ പ്രക്രിയ നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഈ യാഗകർമ്മങ്ങൾ നടക്കണമെങ്കിൽ പശുവിൻ്റെ മാംസം വേണം, കന്നുകാലികളെ ഉപയോഗിക്കണം. ഇങ്ങനെയുള്ളൊരു അത് കാർഷിക ജീവിത രീതിക്ക് തന്നെ വലിയ രീതിയിലുള്ള ആഘാതം ഏൽപ്പിക്കും. ഇത്തരം ഒരു ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ വൈദികമായ ഈ പശുക്കളെയും കുതിരകളെയും വലിയ രീതിയിൽ മൃഗങ്ങളെയൊക്കെ ഈ രീതിയിൽ ഉപയോഗിച്ച് ബലി കഴിക്കുന്ന ഈ സമ്പ്രദായത്തിന് ഒരു ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും ഒക്കെ പ്രയോഗമൊക്കെ കൊണ്ട് ഈ യാഗയജ്ഞാദി കർമ്മങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആഘാതം വരുന്നുണ്ട്. അതിന് ധാരാളം തെളിവ് രൂപങ്ങളുണ്ട്. വാൽമീകി രാമായണത്തിൽ തന്നെ അയോധ്യാകാന്ഡത്തിൽ ദശരഥൻ നടത്തുന്ന യാഗത്തെ സംബന്ധിച്ച് പരാമർശമുണ്ട്. അയോധ്യാകാന്ഡത്തിൽ അവിടെ കുതിരകളെ മാത്രമൊന്നുമല്ല, കുതിരകൾ, ആന, ആട് എന്ന് വേണ്ട ഏതൊക്കെ പാമ്പിനെ വരെ രൂപത്തിൽ ബന്ധിച്ചിരിക്കുന്നതായിട്ട് വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ വളരെ വ്യക്തമായ പരാമർശം. ഒരു ജീവിയെ പോലും ആ ബലി കഴിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ഡോക്ടർ എം ലീലാവതി അതിനൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. മാംസം എന്ന് പറഞ്ഞാൽ പഴമാണ്, അത് ആപ്പിളാണ്, ഓറഞ്ചാണ് എന്നൊക്കെ പറയുന്ന ആചാര്യ നരേന്ദ്രഭൂഷൺ ഉൾപ്പെടെയുള്ള ആളുകൾ മാംസം എന്ന് കണ്ട ഉടനെ അത് പഴമാണെന്ന് പറയാനുള്ള വലിയ രീതിയിലുള്ള തത്രപ്പാടുണ്ട്. പക്ഷേ അത് പഴമൊന്നുമല്ല, വളരെ പശുവിൻ്റെ മാംസമാണെന്നും കോഴിയുടെ മാംസമാണെന്നും വളരെ കൃത്യമായ പരാമർശം വാൽമീകി രാമായണ ഭാഗത്തുണ്ട്. ശതപഥ ബ്രാഹ്മണ ഉൾപ്പെടെയുള്ള ബ്രാഹ്മണങ്ങളിൽ ഗോമേധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് പശുവിനെ കൊണ്ടുവരേണ്ടത്, എങ്ങനെ ഹോമിക്കണമെന്ന് വളരെ വ്യക്തമായ പരാമർശമുണ്ട്. ഋഗ്വേദത്തിൽ ഞാൻ രാവിലെ ഉദ്ധരിച്ചു, കുതിരയെ കൊണ്ടുവരുന്നത് അതിനെ എങ്ങനെ കുത്തണം, എങ്ങനെ പൊളിക്കണം, എങ്ങനെ തൊലിയെടുക്കണം എന്നൊക്കെ വളരെ വിശദമായ പരാമർശങ്ങൾ ഋഗ്വേദം ഉൾപ്പെടെയുള്ള ഐതരേയ ബ്രാഹ്മണം ഉൾപ്പെടെയുള്ള ഈ ബ്രാഹ്മണങ്ങളെല്ലാം ഇത്ര ആധികാരികമായി പറയാൻ കാരണം എൻ്റെ ഗവേഷണ വിഷയം തന്നെ അതിലായിരുന്നു. ഞാൻ എൻ്റെ 4ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിക്കുന്ന ഒരാളാണ്. 4ാം ക്ലാസ് മുതൽ ഏതാണ്ട് തന്ത്രം പഠിക്കാൻ ഏതാണ്ട് 10 വർഷത്തോളം ചെലവഴിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കേരളത്തിൽ രചിക്കപ്പെട്ട 200-ലധികം തന്ത്രഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിക്കാത്ത താളിയോലകളും കുത്തിയിരുന്ന് രാപ്പകൽ വായിച്ചിട്ടാണ് ഈ കാര്യം ഇവിടെ പറയുന്നത്. അല്ലാതെ കേവലം തെളിവില്ലാതെ പറയുന്നതല്ല. തന്നെയല്ല, എൻ്റെ 22ാമത്തെ വയസ്സിൽ ആദ്യത്തെ പ്രതിഷ്ഠ നടത്തി 50ഓളം പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. 50ഓളം പ്രതിഷ്ഠ. അതിനൊക്കെ ശേഷമാണ് ഈ മറുപടിയൊക്കെ ഇവിടെ പറയുന്നത്. അല്ല, പശുവിനെ കൊല്ലണ്ട ഇപ്പം. പകരം അതാണ് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു തന്ത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം കുതന്ത്രമുള്ള ഒരു മതം വേറെ ഇല്ല. കാരണം വെച്ചാൽ എന്താണ് കാരണം? ഇപ്പം പശുവിനെ കൊല്ലാൻ പറ്റത്തില്ല, പശുവിനെ കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നോക്കൂ, വാൽമീകി രാമായണത്തിൽ വാസ്തുബലി പറയുമ്പോൾ വാസ്തുബലിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. രാമനും ലക്ഷ്മണനും കാട്ടിപ്പോയി ഇളം മാനിനെ പിടിച്ചോണ്ട് വന്ന് ചുട്ടെടുത്ത് തൊലി ഇറുത്ത് ഉരുട്ടി വെക്കുന്നതിനെ പറ്റി വാൽമീകി രാമായണ അയോധ്യാകാന്ഡത്തിൽ വളരെ വ്യക്തമായ പരാമർശമുണ്ട്. മയമതത്തിൽ വാസ്തുയാഗത്തെ പറ്റി പറയുമ്പോൾ ഉണക്കമാംസം, പന്നിയുടെ മാംസം ഇതൊക്കെ വേവിച്ചുരുട്ടി ബലിപിണ്ഡം വെക്കുന്നതിനെ പറ്റി മയമതത്തിൽ വളരെ വ്യക്തമായ പരാമർശമുണ്ട്. ഞാൻ അതിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. അപ്പോൾ ഗുരുദേവൻ ഹോമകർമ്മങ്ങളെ എങ്ങനെയാണ് സമീപിച്ചിരുന്നെന്ന് ചോദിച്ചാൽ മോഹൻ ഗോപാൽ സാർ വ്യക്തമായി പറഞ്ഞു. ഗുരുദേവൻ എന്തെങ്കിലും ഒരു സംഗതി പ്രത്യേകമായി തുടങ്ങിയില്ല, മറിച്ച് ഒരു വിശ്വാസി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ബ്രാഹ്മണ പൗരോഹിത്യത്തിലേക്ക് പോകാതിരിക്കത്തക്കവണ്ണം ആ വ്യക്തിയുടെ വിശ്വാസത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അയാൾക്കായി ഒരു ഹോമമന്ത്രം കൊടുത്തു. അതാണ് അഗ്നേ തവ എത്തേജ എന്ന് തുടങ്ങുന്ന മന്ത്രവാദം. അതിലെന്താണ്? അഹമിത്യാജ്യം ജുഹോമി, ഞാനെന്ന് പറയുന്ന നെയ് ഹോമിക്കുന്നു എന്നാണ്. അല്ലാതെ നെയ്യും ഈ പറഞ്ഞ പോലെ മാംസം ഹോമിക്കുന്നതിനെ പറ്റി ഗുരുദേവൻ്റെ ഹോമകൃതിയിൽ യാതൊരു പരാമർശവും ഇല്ല.
ഫിലോസഫിക്കലായ ദാർശനികമായ ഒരു അർത്ഥമാണ് ഗുരുദേവൻ്റെ ഹോമമന്ത്രത്തിലുള്ളത്. ഞാനെന്ന് പറയുന്ന ആജ്യത്തെ ഹോമിക്കുന്നു എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അല്ലാതെ ഈ അരയാലിലെയും പേരാൽമുട്ടും പാൽപ്പായസവും ഹോമിക്കുന്നതിനെ പറ്റിയൊന്നും ഗുരുദേവൻ്റെ ഹോമമന്ത്രത്തിൽ യാതൊന്നും പറയുന്നില്ല. പിന്നെ ശിവഗിരിയിൽ ഗുരുദേവൻ രചിച്ച ഹോമമന്ത്രം രാവിലെ ചൊല്ലുന്നുണ്ട്. അത് വിശ്വാസികൾക്ക് ചൊല്ലാം, വിശ്വാസികളല്ലാത്തവർക്ക് ചൊല്ലാതിരിക്കാം. ഒരു കാര്യം മാത്രം പറയാം. തിരുവനന്തപുരത്ത് ഒരു പ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം ഗുരുവിനോട് കമ്മിറ്റിക്കാർ പറഞ്ഞു, നാളെ നമുക്കൊരു പോറ്റിയെ പൂജയ്ക്ക് വെക്കാം. ഗുരു പറഞ്ഞു, പോയതെല്ലാം തിരിച്ചു വരും. പോറ്റിയെ പൂജയ്ക്ക് വെച്ചാൽ പോയതെല്ലാം തിരിച്ചു വരും. ഇങ്ങനെ പോയതൊന്നും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി ഗുരുദേവൻ ചെയ്ത കാര്യമാണ് ഒരു കാര്യങ്ങളും ബ്രാഹ്മണ മതത്തിൻ്റെ ആ ഒരു സങ്കല്പങ്ങൾക്കനുസരിച്ച് പോകാതിരിക്കാൻ കർശനമായ ശ്രദ്ധ വെക്കുകയും ആ രീതിയിലുള്ള സങ്കല്പങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഗുരുദേവൻ്റെ ഏറ്റവും വലിയ മഹിമ. അല്ല, ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഈ ഹോമമന്ത്രത്തിനെ കുറിച്ച് പറയാം. അതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്, ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾ വരുന്നു, ഹോമമന്ത്രം ചെയ്യട്ടെ എന്ന് ഗുരുവിനോട് ചോദിക്കുന്നു. ഗുരു പറയുന്നത് ചെയ്തോളൂ. ഗുരു ഒരിക്കലും ഒരു വിശ്വാസത്തിനും ആചാരത്തിനും ഈ സദാചാരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നിനെ എതിർക്കുന്നില്ല. പക്ഷെ ഗുരു പറയുന്നു, നിങ്ങളുടെ ഹോമമന്ത്രമല്ല, ഞാൻ എഴുതിത്തരാം ഹോമമന്ത്രം. അപ്പോൾ ആ ബ്രാഹ്മണ ഹോമമന്ത്രത്തിനെ റിജക്റ്റ് ചെയ്യാണ് ഗുരു. നിങ്ങൾ അത് വെച്ചിട്ട് ഇവിടെ ഹോമമന്ത്രം ചെയ്യൂല, ഞാൻ എഴുതിത്തരാം. അവിടെ ഇരുന്നുകൊണ്ട് ഹോമമന്ത്രം എഴുതി കൊടുക്കുന്നു. അപ്പോൾ ഗുരു എപ്പോഴും ചെയ്യുന്നത് നമ്മളെ ഈ 11 മതങ്ങളുടെ പൗരോഹിത്യത്തിൽ നിന്നും വിമുക്തനാക്കുകയാണ്. അതാണ് ആ ഗുരുവിൻ്റെ ഹോമമന്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മുടെ വ്യക്തിപരമായിട്ട് അങ്ങ് ഈ 11 മതങ്ങളുണ്ട്, അതിൻ്റെ ഭാഗമാണ്, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിലേതെങ്കിലും ഒന്നിൻ്റെ വൈഷ്ണവ, ശൈവ അല്ലെങ്കിൽ ഈ സ്മാർത്ഥ മതങ്ങളാണെങ്കിൽ അതിൽ 5 എണ്ണത്തിന് യോജിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാൻ അങ്ങയുടെ സ്വാതന്ത്ര്യമാണ്. അപ്പം അങ്ങേക്ക് പറയാം, ഞാൻ അതിൽ വിശ്വസിക്കുന്നു, ഞാൻ ഹിന്ദുവാണ്, ഞാൻ വൈഷ്ണവത്തിൽ വിശ്വസിക്കുന്നു, ശൈവത്തിൽ വിശ്വസിക്കുന്നു. അത് ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്നത് നമ്മൾ ഈ മതങ്ങളുടെ ഭാഗമാണ്. ഇത് എൻ്റെ മതമല്ല, ഇതെൻ്റെ മതമല്ല. ഈ ചാതുർവർണ്ണയവും ഈ കീഴാളുകളൊക്കെ എൻ്റെ അങ്ങയുടെ മതം അതാകാം, പക്ഷെ എൻ്റെ മതമല്ല എന്ന് മാത്രമേ അറിയിക്കുന്നുള്ളൂ. ഓക്കെ, നമുക്കിനി ഇത് മെയിൻ സ്പീച്ചിലേക്ക് പോകണം. അപ്പോൾ ഇത്രയും ചർച്ച ഉണ്ടായത് വളരെ നല്ലതാണ്, അറിയാനും അറിയിക്കാനുമാണ്, വേറെ ഒന്നിനുമല്ല.